ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇതുപോലെ നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്നല്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മളെ വിവാദമായ വീഡിയോ ഉണ്ടായിട്ടില്ലേ, ഞാൻ മരം മുറിക്കണം എന്ന് പറഞ്ഞിട്ട ഒരു വീഡിയോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ് പോലെ ചെയ്തതായിരുന്നു. അത് പക്ഷേ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട് എന്തെല്ലോ ആയി, ഇപ്പം പാർട്ടി ഇതായി, അങ്ങനെ എല്ലാവരും ഇടപെട്ടിട്ട് അവരാ മരം മുറിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം സന്തോഷം തന്നെ എല്ലാവർക്കും. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇനിയിപ്പോൾ അടുത്തതിൻ്റെ അപ്പുറത്താഴ്ച ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ റിക്കോർഡിനെ കൊണ്ട് ഒരു മഴ പെയ്യുമ്പം പേടിച്ചിരിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും മരമെല്ലാം മുറിച്ച് തന്ന്, അപ്പം ചെയ്തു തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ആ വീഡിയോ ഞാനിപ്പം റിമൂവ് ആക്കിയിട്ടാണെന്നുള്ളത്. കാരണം അവരെന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ റിമൂവ് ആക്കണമെന്ന്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ അതിൽ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. വട്ടവർ എനിക്കതിൽ എന്താ പറയുക, അടിയുണ്ടാക്കാൻ താല്പര്യമില്ല. ഞാനിതാ സീറോന്നിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ ലൈഫ്. അപ്പോൾ പിന്നെ അങ്ങനെ പ്രശ്നങ്ങൾക്ക് പോയിട്ട് നിൽക്കുക, അടിയാക്കുക, അതിനൊന്നും എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അതവിടെ കഴിഞ്ഞ കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇതിൽ മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇൻസ്റ്റയിൽ നിന്ന് കിട്ടിയൊരു മോശം അനുഭവത്തിനെ പറ്റിയിട്ട്. അപ്പം ആ കുട്ടി എനിക്ക് ഈ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ സംഭവം എന്നെ ബ്ലോക്ക് ചെയ്തതൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ടിക്ക് മാർക്ക് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം ബ്ലോക്ക് ചെയ്തതൊന്നുമല്ല, അവർക്ക് എന്തോ ലൈഫിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, അതിൻ്റെ ഇടയ്ക്ക് കല്യാണം എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കൊണ്ടാണ്. അപ്പം എനിക്കൊന്ന് ഒളിച്ചു കൊടുത്തെങ്ങാനായിരിക്കാം, മേ ബി, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാന്ന് പറഞ്ഞത്, എൻ്റെ വീട്ടിലാണ് സാധനം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ്. പിന്നെ ഏച്ചിക്ക് അത്രയും വാല്യുബിൾ ആണ് അത് എനിക്കറിയാം. പക്ഷേങ്കിൽ അങ്ങനെ പറ്റിപ്പോയി, എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, സോറി എന്നൊക്കെ കുറേ പറഞ്ഞു. അപ്പം 1 വീക്കിനുള്ളിൽ അത് ചെയ്തിട്ട് എൻ്റെ സാധനങ്ങൾ എനിക്ക് തിരിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബാക്കി അപ്ഡേഷൻ ഞാൻ അതിന് ശേഷം തരുന്നതായിരിക്കും കേട്ടോ. റിക്കോട്ടന് ഇഷ്യൂവും താഴേന്ന് ഒച്ചപ്പാടാക്കി കളിക്കുന്നതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് കേട്ടോ. അപ്പം രണ്ടാമത്തെ വിശേഷം അതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അതിൻ്റെ നടുക്കെന്തല്ലോ ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം പെട്ട് പിന്നെ കണ്ണിന് സുഖമില്ലുണ്ട്, അങ്ങനെ വീഡിയോ വൈകി പോയതാണ്. ഒരാഴ്ചയോളം നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പം ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് കാണുന്നുണ്ടോ, ശരിക്കും ക്ലിയർ ഉണ്ടോ എന്നറിയില്ല, കണ്ടില്ലേ? പക്ഷെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു റെസിൻ ആർട്ടാണ്. അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാ എൻ്റെ താലീൻ്റെ ആ ഒരു ഇമേജ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് തലേറ്റിട്ടായിരിക്കും കാണുന്നുണ്ടാവുക കേട്ടോ. പൂജ നിതിൻ ലവ് എന്നെല്ലാം കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ റിക്കോട്ടൻ്റെ നിതിൻ്റെ ഫോട്ടോ താഴെ മെമ്മറീസ് നെവർ ഡൈ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് ഒരു സ്റ്റാൻഡും കൂടി ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ള വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. ഇതുപോലത്തെ ഒരു കുഞ്ഞ് സ്റ്റാൻഡെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളെടുക്കുന്ന എൻ്റെ കയ്യിൽ നമ്മളെ ചുരിദാറിൻ്റെ മെറ്റീരിയൽ വാങ്ങിച്ചൊരു ഏച്ചിയുണ്ട്, ബോബിന എന്ന് പറഞ്ഞിട്ട്. ആ ഏച്ചി പുറത്താണ് കേട്ടോ, UK എല്ലാന്ന് തോന്നുന്നു. അപ്പം UK തന്നെ. അപ്പോൾ അവിടുന്ന് അവർ നാട്ടിലുള്ളൊരു ഇതുപോലെ റെസിൻ ആർട്ട് ചെയ്യുന്ന ആളോട് പറഞ്ഞിട്ട് എനിക്ക് ചെയ്തു തന്നതാണ്. എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള അഡ്രസ്സിൽ മൂപ്പരെന്ത് പണിയെടുത്ത് ഇതുപോലെ എനിക്ക് അയച്ചു തന്നെ. അപ്പോൾ അയച്ചതിന് ശേഷം കാണാൻ എന്നോട് പറയുന്നത്, പിന്നെ ഞാനൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആരും അങ്ങനെ ചെയ്യാറ് കേട്ടോ. കാരണം എന്താ, എനിക്ക് അങ്ങനത്തേനോട് വലിയ താല്പര്യമില്ല. പക്ഷേങ്കിൽ ഒരുപാട് പേര് എനിക്ക് ചോദിക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ ഇൻസ്റ്റയിൽ എഴുതി തുടങ്ങി അന്നേരം മുതലേ ഒരുപാട് പേര് എന്നോട് ചോദിക്കലുണ്ട്, പിന്നെ പൂജ ഇങ്ങനെ മോന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അയച്ചു തരട്ടെ, പിന്നെ നിനക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങൾ അയച്ചു തരട്ടെ, അതുപോലെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയണ്ടേ, ഞാൻ എല്ലാവരോടും വേണ്ടെന്നാണ് പറയല്. പിന്നെ കുറേ പേര് ഇങ്ങനെ നിർബന്ധിക്കലുണ്ട്. അങ്ങനെ നിർബന്ധിക്കാന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മളങ്ങ് കീഴ്പ്പെടുത്തൂലേ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് വന്നിട്ട് അയച്ച് എന്നോട് പറയാണ്ട് അയച്ചു തന്നതാണ്. അയച്ചതിന് ശേഷമാണ് എന്നോട് പറയുന്നത്. എന്നിട്ട് ഞാൻ എന്തെല്ലോ പറഞ്ഞ് എന്നിട്ട് പിന്നെ കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഇൻസ്റ്റയിൽ കിട്ടിയൊരു കൊളാബാണ്. അപ്പോൾ ഈ ഒരു ലവ് കണ്ട, ഇത് നിന്നൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഇതിൽ മൊത്തം പൂജ എന്ന് എഴുതി. പണ്ട് എന്ന് പറഞ്ഞാൽ 2018 എങ്ങനെയാണെന്ന് തോന്നും, നമ്മളെ മിണ്ടി തുടങ്ങിയ സമയത്ത് അങ്ങനെ നിന്നെ എനിക്ക് എന്താ പറയുക, ഇതിൽ നമ്മളെ
ഫേസ്ബുക്കിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും വാല്യുബിൾ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ചാറ്റ് നോക്കുന്നതിനടക്കല്ലാന്ന് എനിക്കിത് കിട്ടിയത്. അപ്പം ആളെന്നോട് കൊളാബായിട്ട് എന്നോട് ചോദിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിനോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തെങ്കിലും കൊളാബ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നത് ഈ ഒരു സാധനമാണ്. ഇത് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇതൊന്ന് പ്രിൻ്റ് എടുത്തിട്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നല്ല ഭംഗിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ എഴുതിയത് ഞാൻ വായിക്കാം. പൂജ പി, എന്നെ ആദ്യമായി പരിചയപ്പെടുന്ന എല്ലാവരും ചോദിക്കാറുള്ളത് എൻ്റെ ഈ ഫോട്ടോ വരച്ചു തരുമോ എന്നാണ്. പക്ഷെ നിന്നെ എനിക്കിഷ്ടമാവാനുള്ള ഒരു കാരണം നീ അത് ചോദിച്ചില്ല എന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ആക്കി തന്നിട്ട് നിന്നാണ് അതിൻ്റെ അടിയിൽ എഴുതിയ വരികളായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ എൻ്റെ നമ്മളെ ആനിവേഴ്സറിക്ക് കിട്ടിയതാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക, എനിക്ക് നിർന്നേട്ടൻ എൻ്റെ ആനിവേഴ്സറി, എൻ്റെ ബർത്ത്ഡേ, എല്ലാ സംഭവങ്ങൾക്കും നിർന്നേട്ടൻ ഇതുപോലെ സർപ്രൈസായിട്ട് ഗിഫ്റ്റുകൾ എനിക്ക് തരാറുണ്ട് കേട്ടോ. അപ്പം അത് മുടങ്ങാതെ എനിക്ക് എല്ലാ കൊല്ലവും ഇപ്പോൾ കിട്ടുന്നുണ്ട് പല ആളുകൾ വഴി. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ ഇവിടെ നിന്നുണ്ട് അമ്മേനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നേട്ടൻ ചെയ്തിരുന്ന പോലെ പലരും എനിക്കിങ്ങനെ ഓരോ സംഭവങ്ങൾ എന്നെ ഹാപ്പിയാക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. പിന്നെ ഏറ്റവും സന്തോഷമുള്ള വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു സീറോന്ന് ഇപ്പം എൻ്റെ ഒരു ബിസിനസ് ഇങ്ങനെ തുടങ്ങി വരുന്നേ ഉള്ളൂ. അതിൽ ഇത്തിരി ഞാൻ എത്തിയിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടാകും, ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വെച്ചൊരു സാധനമാണ് ഈ ബോക്സിലുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ആസ് ഒരു ബിസിനസ് ഓണർ എന്ന നിലയിൽ ഞാൻ നമ്മളെ പേജിൻ്റെ ഈ ഒരു ബ്ലൂ റോസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു സംരംഭത്തിൻ്റെ ഒരു കാർഡ് ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടപ്പോൾ കണ്ടിനോന്നറിയില്ല, കാണാത്തവരുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. പിന്നെ ഈ കാർഡിനും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത പിന്നെ അങ്ങനെ ഉണ്ടാക്കിയൊരു കാർഡാണ്. നമ്മളിങ്ങനെ കാർഡ് പ്രിൻ്റ് ചെയ്ത് കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ ഈ ഒരു ഐഡിയ മൊത്തം ചെയ്തത് ഞാനാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ ക്യാൻവയിൽ ചെയ്തതാണ് കേട്ടോ. നമ്മൾ തമ്പനയിലെല്ലാം ഞാൻ സെറ്റ് ചെയ്യൽ യൂട്യൂബിൻ്റെതെല്ലാം ക്യാൻവയിലാണ്. അപ്പം അവിടെ നിന്നെൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്ന ഒരു സമയത്താണ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ തോന്നിയത്, എന്തായാലും ഇങ്ങനെ ഒരു കാർഡും കൂടി അടിച്ചേക്കാം. എന്താ വെച്ചാൽ നിന്നേണ്ട ഒരു സ്വപ്നമായിരുന്നു ഖത്തർ നല്ല നാട്ടിൽ വന്നിട്ടാകുമ്പോൾ ഒരു ബിസിനസ് എന്നുള്ളത്. ബിസിനസ് എന്ന് പറയുമ്പോൾ അത് മൂപ്പര് ടാറ്റൂൻ്റെതാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ടാറ്റൂൻ്റെ ഒരു ഷോപ്പ് തുടങ്ങണം, അതിൽ വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എന്തായാലും അതിന് പേരിടുക ബ്ലൂ റോസ് ടാറ്റൂ സ്റ്റുഡിയോ എന്നാണ്. അപ്പം നിന്നേണ്ട ഇൻസ്റ്റാ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന ആൾക്കാർ അങ്ങനെയാണുള്ളത്. അപ്പം ഞാനിങ്ങനെ കുറേ അപ്പം പറയുന്നുണ്ടല്ലോ, ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ അപ്പോൾ വന്ന് അപ്പോൾ അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ഒരു തുണീൻ്റെ ഇതിങ്ങനെ തുടങ്ങണം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചതാണ് എന്താ ഇതിന് പേരിടുക എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ച് കൂട്ടാൻ തന്നെ എൻ്റെ മുന്നിൽ കിട്ടിയ ഒരു ഉത്തരമാണ് ബ്ലൂ റോസ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്, താങ്ക് യു കാർഡാണ് കേട്ടോ. ഇനി ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു താങ്ക് യു കാർഡും കൂടി കിട്ടുന്നതായിരിക്കും. പിന്നെന്താ, അപ്പോൾ ഇതിലുള്ള പ്രത്യേകത കണ്ട, ഇത് ഞാൻ ആദ്യം ബ്ലൂ റോസ് കളക്ഷൻ അല്ല ബ്ലൂ കാർഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം ഇത് ചെയ്തതിന് ശേഷം ഞാൻ അയച്ചു കൊടുത്തത് ഷിഗേച്ചിക്കായിരുന്നു. അപ്പം ഞാൻ ഷിഗേച്ചിൻ്റെ അപ്പം പറഞ്ഞ നമ്മൾ ആൻറ്റീൻ്റെ മോൾ, അപ്പോൾ ഷിഗേച്ചി പറഞ്ഞു ഒന്നും കൂടി ഒന്ന് എലഗൻ്റ് ആക്കാം, നമുക്കൊന്ന് ചാറ്റ് ജിപിറ്റിയോട് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിൽ ചാറ്റ് ജിപിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഷിഗേച്ചി ചോദിച്ചു നോക്കുമ്പം ഷിഗേച്ചിക്ക് ഇതുപോലെ ഗ്രീൻ കളറിലാക്കിയിട്ട് ഷിഗേച്ചിക്ക് അവർ ഇങ്ങനെ ചെയ്തിട്ട് അയച്ചു കൊടുത്തു. അത് പക്ഷേങ്കിൽ കാർഡ് സൈസ് ആയിരുന്നല്ലേ, വലിയ സൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ചെയ്യുന്നതിന് എന്തോ 5 or 6 ലിമിറ്റ് എങ്ങാനുണ്ട് എന്ന് തോന്നുന്നു. അപ്പം ഞാൻ അതിനോട് കുറേ ചാറ്റ് ചെയ്ത് മോർ എലഗൻ്റാക്ക്. പിന്നെ ഞാൻ ഇതിലുള്ള വേറൊരു പ്രത്യേകത, ഇവിടെ ഇങ്ങനെ ഒരു കടലുണ്ട്, അത് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു കടലാണ് കേട്ടോ. പിന്നെ അതിൽ തന്നെ എൻ്റെയും റിക്കോട്ടൻ്റെയും കുഞ്ഞ് കൈകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ കണ്ട ഒരു മെർമെയ്ഡ്, ഈ മെർമെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് നിന്നാണ് എനിക്ക് അടിച്ചു തന്ന ടാറ്റു ആണ്. അപ്പം ആ ഒരു മെർമെയ്ഡിനെയും കൂടി ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ ഒരു
ഷോപ്പാണല്ലോ, മീൻസ് സംരംഭമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു ഇതും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ക്യാൻവയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു കാർഡ് അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പം ഞാൻ ചെയ്തു വന്ന ആ പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഏതെല്ലാം ഘട്ടങ്ങളിൽ പോയിട്ടാണ് ഈ ഒരു കാർഡ് എൻ്റെ കയ്യിൽ കിട്ടിയെന്നുള്ളത്. പിന്നെ ഈ കാർഡ് ഉണ്ടാക്കി തന്നത് ഇവിടെ നിതിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള സുജി ചേച്ചി ഉണ്ട്. അപ്പോൾ സുജി ചേച്ചി എനിക്ക് പണ്ട് റിക്കൂട്ടൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് റിക്കൂട്ടന് ഫ്രെയിമെല്ലാം ആക്കി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചേച്ചീൻ്റെ അടുത്ത് പ്രിൻ്റർ ഉണ്ടെങ്കിൽ ഈ കട്ടി പേപ്പർ ഉണ്ടെങ്കിൽ അവിടെ തന്നെ അടിച്ച് കിട്ടാമല്ലോ. അങ്ങനെ ഞാൻ ചോദിച്ചതായിരുന്നു വെറുതെ. അപ്പം സുജി ചേച്ചി പറഞ്ഞ് അവർ പേപ്പറിലാണ് നോർമലി ചെയ്യുന്നതെല്ലാം പേപ്പറിലാണ്, അപ്പോൾ ഇങ്ങനത്തെ കാർഡില്ല, പക്ഷെ ചെയ്യുന്നവരെ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ വളക്കയുള്ള ഒരു ടീമിനോട് പറഞ്ഞ് 2-3 ദിവസത്തിനുള്ളിലാണ് ആക്കി തന്നത്. പക്ഷെ നമ്മൾ പോയിട്ട് എടുക്കാൻ ഇത്തിരി വൈകിപ്പോയിട്ടുണ്ടായിനെ. ശനിയാഴ്ച വന്നിട്ട് നമ്മൾ തിങ്കളാഴ്ച ചൊവ്വ അങ്ങനെ എന്തായിട്ടാണ് തോന്നുന്നു പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എനിക്കിത് അടിച്ച് കൈ തന്നതിൻ്റെ കാരണം ഒരാൾ സുജി ചേച്ചിയും കൂടിയാണ്. അപ്പോൾ സുജി ചേച്ചിക്കും ഒരുപാട് നന്ദി. അങ്ങനെ എന്താ പറയുക, ഈ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചിലതിലെല്ലാം അയക്കുന്നതിൽ മറന്നു പോകുന്നു കേട്ടോ വെച്ച്. കാരണം ആദ്യം മുതലേ പാക്കാക്കി വെക്കുന്ന അങ്ങനെയല്ല, ഈ സംഭവം അതിൽ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് ചിലതിലെല്ലാം വെക്കാൻ മറന്നു കഴിഞ്ഞാൽ, പക്ഷേ ഇനിയുള്ളതിലെല്ലാം വെക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ട ഈ ഒരു ബോക്സ് നിറച്ചുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതുവരെ ഓർഡറുകൾ തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയുള്ള കളക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള വീഡിയോസ് ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുഞ്ഞു ഹാപ്പിനെസ്സാണ്, പക്ഷേ എനിക്കത് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്സാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാൻവയിൽ എങ്ങനെ ഇത് ചെയ്തതെന്നുള്ള ആ ഒരു ചെയ്തത് എങ്ങനെയാണെന്നല്ല, ഏതൊക്കെ ഇതിലേക്ക് കൂടി വന്നിട്ടാണ് ഇതിലേക്ക് എത്തിയത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ഗിഫ്റ്റ് ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് അയച്ചെന്ന ബോബിനേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണും മനസ്സും എല്ലാം നിറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദി. പിന്നെ ഇതിനിടെ ഇതുപോലെ ഒരു കുഞ്ഞ് സ്റ്റാൻഡൊക്കെ ഉണ്ട്, നല്ല വകയില്ലേ. ഇനി ഞാൻ നമ്മളെ കാർഡ് വന്ന ആ ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്ലൂ ഇമേജിൽ ഇതുപോലെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ ബ്ലൂ റോസ് കളക്ഷൻസ് വെച്ചു. പിന്നെ നമ്മളെ ഒരു ഇതെന്ന് പറയുന്നത് വിഷ് ബിക്കം റിയാലിറ്റി എന്നാണ്, അത് വെച്ചു. ഇപ്പോൾ സൈഡിലൊരു കുഞ്ഞു പൂവ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട്. പിന്നെ നമ്മളെ വാട്സപ്പ് ബിസിനസ് നമ്പർ, ഇൻസ്റ്റാ ID, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ ഇത്, പിന്നെ എൻ്റെ റിക്രൂട്ടിൻ്റെ ഒരു കൈ, അതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മളെ ഡ്രസ്സിൻ്റെ ആണല്ലോ, അപ്പം ഡ്രസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേണ്ടേ. അങ്ങനെ ഈ ഒരു മാനിക്യൂനെ അവിടെ സെറ്റ് ചെയ്ത്. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ ഇതിൽ എന്താ നിന്നേണ്ട ആ ഒരു ടച്ച് ഇതിൽ വരണമല്ലോ എന്ന്. അങ്ങനെ ഞാൻ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് ഒരു കടലിൻ്റെ ആ ഒരു ഇതിലേക്ക് എത്തി. അപ്പോൾ ആ റോക്കിൻ്റെ അകത്ത് എൻ്റെ റിക്രൂട്ടിൻ്റെ കൈ കൊത്തി വെച്ച പോലെ അങ്ങനെ കൊടുത്തു. ബാക്കി സംഭവങ്ങളിൽ ഇങ്ങനെ കൊടുത്തു കേട്ടോ. അങ്ങനെ ആ ഒരു കടലിൻ്റെ ആ ഒരു തിരമാലേൻ്റെ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന ഈ ഒരു സംഭവം കൂടി മുന്നിൽ കിട്ടിയത്. അപ്പം ഇതും എനിക്കിഷ്ടമായി. അങ്ങനെ ഞാൻ പിന്നെ ഷിഗേച്ചിക്ക് അയച്ചു കൊടുത്ത്. ഷിഗേച്ചിക്ക് അയച്ചു കൊടുത്തപ്പോഴാണ് ഷിഗേച്ചി പറഞ്ഞത് റൈറ്റ് സൈഡിലാണല്ലോ നമ്മൾ നേരത്തെ ഈ സംഭവങ്ങളെല്ലാം കൊടുത്തത്. അപ്പോൾ അത് കടലിൻ്റെ തിരമാലയിലേക്ക് വരുമ്പോൾ അത് ശരിക്കും ക്ലിയർ ആവുമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ചുകൂടി ഒരു എലഗൻ്റ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ChatGPTനോക്ക് അയച്ചു കൊടുത്തിട്ടാണ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോൾ ഇത് എനിക്കിഷ്ടമായി. പക്ഷേ ഞാൻ വെച്ച് എന്തായാലും കടലല്ലേ, അപ്പോൾ നിന്നേണ്ട ടച്ച് എത്തിക്കാൻ നമുക്ക് നമ്മളെ മെർമെയ്ഡും കൂടി അതിൽ വെക്കാം. അങ്ങനെ ഞാൻ എൻ്റെ കൈയിൻ്റെ ഫോട്ടോ എടുത്തു മെർമെയ്ഡ് ആക്കിയിട്ട് ChatGPTക്ക് പറഞ്ഞു. അപ്പോൾ ഈ കാർഡ് വലിയ കാർഡില്ല അതുപോലെ അയച്ചു തന്നു കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല, നമ്മൾ താങ്ക് യു കാർഡ് മറ്റേ സൈസിലാണല്ലോ വേണ്ടത്. അപ്പം പിന്നെയും ചെയ്തതെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മളെ ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഫോണിൽ ചെയ്തു, ഞാൻ യൂട്യൂബ് ചെയ്യുന്ന വീഡിയോയിൽ ഫോണിൽ ചെയ്തു, അമ്മേൻ്റെ ഫോണിൽ ചെയ്തു. എന്നിട്ടാണ് പിന്നെ എനിക്ക് കിട്ടിയത്. പക്ഷേ ചില സമയത്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, ഞാനിതിൽ നമ്മളെ യൂട്യൂബിൻ്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പോയി. അങ്ങനെ ഓരോ തവണ ChatGPT തിരിച്ചയക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തിച്ചുകൊണ്ടിരുന്നു. അതുപോലെ എൻ്റെ മൊബൈൽ നമ്പർ മാറ്റിയിട്ട് കൊടുത്ത്. അപ്പം ഞാൻ മൊബൈൽ നമ്പർ ഇതല്ല എന്ന് പറയുമ്പം ChatGPT പറഞ്ഞ് അങ്ങനെ വേറെ മൊബൈൽ നമ്പർ വേറെ ആളത് വെച്ചിട്ട് അങ്ങനെ മാറ്റാനൊന്നും പറ്റൂല, അത് അവരെ നിയമത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെ ഒരുവിധം എങ്ങനെയല്ലോ മൊബൈൽ നമ്പർ ശരിയാക്കി കിട്ടിയിട്ട് നോക്കുന്നേരം നമ്മളെ ഇതില്ലേ എന്താ പറയുക യൂട്യൂബിൻ്റെ ID പോയി. അപ്പം എനിക്ക് തോന്നി എന്നാൽ പിന്നെ നമ്മളെ ഈ സംഭവം ക്യാൻവയിൽ ഇട്ടിട്ട് അതിൽ യൂട്യൂബിൻ്റെ പേരും കൂടി കൊടുത്തേക്കാന്ന്. അങ്ങനെയാണ് ഈ ഒരു കാർഡ് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്.
അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെ കൂടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ നമ്മളെ പുതിയ കളക്ഷൻസ് കാണാനും പിന്നെ നിങ്ങൾക്കായിരിക്കും നമ്മളെ പഴയ വീഡിയോസൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ അതിലുള്ള കുറച്ച് പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാകും. അപ്പം വേണ്ടുന്നവർ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരുപാട് സന്തോഷം ഫോർ സപ്പോർട്ടിങ് മീ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.